ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കാണിക്കുന്നത് അങ്ങനെയല്ലല്ലോ. ഇപ്പൊ നേരത്തെ വാലന്റൈൻ ഡേ ആയിരുന്നു, ഇപ്പൊ ഒരു വീക്കാണ്. ചോക്ലേറ്റ് ഡേ, കിസ് ഡേ, ടെഡി ഡേ എന്നൊക്കെ എല്ലാം ഉണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയ വഴി എല്ലാരും ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. സോഷ്യൽ മീഡിയയില് നീ എനിക്ക് എന്ത് ഗിഫ്റ്റ് ആണ് ഈ 14-ാം തീയതി തരുന്നതെന്ന് ചോദിച്ച് ഓരോ വീട്ടമ്മയും ചാടി ഇരുന്നേക്കുന്ന ദിവസമായിരിക്കും അന്ന് മിക്കവാറും. എനിക്കുള്ളത് കിട്ടി. ഞാൻ പറഞ്ഞതിനോട് ഒരു കാര്യം ഞാൻ ആഡ് ചെയ്തോട്ടെ. അതായത് നമ്മളൊരു കാര്യം ഇപ്പൊ ഇന്നത്തെ തലമുറയിൽ യഥാർത്ഥ പ്രണയമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ വരുന്നതിന്റെ തന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രണയത്തിന്റെ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ എക്സ്പ്രഷൻ പലപ്പോഴും സബ്ജക്റ്റീവാണ്. സ്നേഹം എന്നൊരു കാര്യം എന്ന് പറയുന്നതിന് സാർവത്രികമായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവുമായിരിക്കാം, ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ടാവുമായിരിക്കാം. പക്ഷെ പല തലമുറകളും സ്നേഹത്തെ എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് അത് പലർക്കും സബ്ജക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ മലയാള സിനിമകളിൽ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ വെച്ച് പറയാൻ പറ്റില്ല. പഴയ മലയാള സിനിമകൾ അവിടുത്തെ പോലെ ഇവിടെയും എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അവിടുത്തെ പോലെ ഇവിടെ അങ്ങനെ ഒരു സിനിമയ്ക്കകത്ത് ജയറാമിനോട് പറയുന്ന നായിക പറയുന്ന ക്യാരക്ടർ ഉണ്ട്. അപ്പുറത്തെ വീട്ടില് സിദ്ദീഖ് ആ ഭാര്യനെ അവിടെ കൊണ്ടുവന്ന് അയലത്ത് അദ്ദേഹം താങ്ക് യു മാം. ആ സിനിമയ്ക്കകത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടെയും ആ കാലഘട്ടത്തിലും കമ്പാരിസൺസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു ജനറേഷനെ മാത്രം നമ്മൾ താഴ്ത്തി കെട്ടാനായിട്ട് പറ്റില്ല. മാം പറഞ്ഞു ചെറിയ എന്തെങ്കിലും വസ്തുക്കൾ മാത്രം കൊടുത്താൽ മതി നമുക്ക് സന്തോഷിക്കാന്. ആ മാം പറഞ്ഞു നമുക്ക് 365 ദിവസം പ്രണയിച്ചോട്ടെ എന്ന്. അപ്പൊ ഡെയിലി നമ്മള് ഒരു ഹസ്ബൻഡ് ഓഫീസിൽ പോകാനുണ്ടെങ്കിൽ ഹഗ് ചെയ്ത് പോവാന്ന് പറഞ്ഞു. അപ്പൊ അതൊരു റുട്ടീനാണ്. അപ്പൊ നമ്മൾ ഡെയിലി അത് ചെയ്തു പോകണം. അത് നമ്മൾ സ്കിപ്പ് ചെയ്താൽ ആർക്കൊരു സങ്കടം വരും. ബട്ട് ഈ വാലന്റൈൻസ് ഡേക്ക് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് അറ്റ്ലീസ്റ്റ് ഫ്ലവർ കൊടുത്തിട്ട് ഇത് ഹഗ് ചെയ്താൽ അത് അവൾക്ക് സ്പെഷ്യലാണ്. സോ അത്രേ ഉള്ളൂ. സോ വാലന്റൈൻസ് ഡേ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. സോ അങ്ങനെ ചെയ്തു വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പൊ കൊമേഴ്ഷ്യലായിട്ടും അത്രക്ക് ഒരു ഫ്ലവർ വാങ്ങിക്കൊടുത്തതിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല ഫ്ലവർ കച്ചവടം നന്നായി നടക്കും. ഫ്ലവർ കിട്ടുന്നവർക്ക് അത് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ ഒരു സമ്മാനം പോലും കിട്ടാത്ത എത്രയോ മനുഷ്യർ, പ്രണയമില്ലാത്ത എത്രയോ സിംഗിളായിട്ടുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, ഇല്ലേ? സമൂഹത്തിലുള്ള അങ്ങനെയുള്ള വ്യക്തികളെ മാനസിക സമ്മർദ്ദത്തിലാക്കുമല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ആഘോഷിക്കുമ്പോൾ അവിടെ കുറച്ചു പേര് പ്രതീക്ഷയും കൂടെ വരുന്നു. എനിക്കൊരു ദിവസം എന്റെ പാർട്ട്ണറിനെ കിട്ടും, ആ ദിവസം ഞാനും ആഘോഷിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാവാലോ അവർക്ക്. ഉദാഹരണം, ഒരു ഡൈവോഴ്സി ആയിട്ടുള്ള ഒരാൾ, റീസെന്റ് ഡൈവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരാൾ, അതുപോലെ ഒരു സിംഗിൾ, മാഡം പറഞ്ഞതുപോലെ ഇവരെ പ്രൊവോക്ക് ചെയ്യലാണ് ഇത്. അത് ഈ കാമുകനും കാമുകനും തമ്മിലുള്ള ബന്ധം മാത്രമാണ് പ്രണയം എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ആ ദിവസം ഏത് ബന്ധവും, നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഏത് ബന്ധവും അന്ന് ആഘോഷിക്കാമെന്ന് മാത്രമല്ല സ്വയം ആഘോഷിക്കാം. തന്നെത്താനെ പോയിരുന്ന് ഒരു പൂവ് വാങ്ങിച്ച് ഒരു ഐസ്ക്രീം വാങ്ങിച്ച് ഒരു റെസ്റ്റോറന്റിൽ പോയിരുന്നിട്ട് കഴിക്കാം. അങ്ങനെയാണെങ്കിൽ സിംഗിൾ ആയിട്ടുള്ളവർക്കും ഒരു ദിവസം വേണ്ടേ? വാലന്റൈൻസ് ഡേ പോലെ തന്നെ ആഘോഷിക്കുന്നുണ്ട്. ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ഒരു രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയാൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും ആഘോഷിക്കാൻ പറ്റില്ല. കാര്യം ഇപ്പൊ നമ്മൾ മദേഴ്സ് ഡേ ആഘോഷിക്കുകയാണെന്ന് വിചാരിക്കും. ഇപ്പൊ അമ്മ ആവാത്ത സ്ത്രീകൾ ഉണ്ടാവും എന്ന് വെച്ച് നമുക്ക് മദേഴ്സ് ഡേ ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവരവരുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട് ആ മദേഴ്സ് ഡേ സമർപ്പിക്കാം, അല്ലെ? സോ ഓരോ ഡേയും നമ്മൾ ആ ഒരു ലൈൻ ഓഫ് തിങ്കിങ് ഇത്രയും റോങ് ആണ്. അല്ല, അത് ഏതുപോലെ എന്ന് വെച്ചാല് നമ്മള് നന്നായിട്ട് ഒരു ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു ഓഫീസിലോ നന്നായി പെർഫോം ചെയ്യുന്ന ആളുകളെ നമ്മൾ എൻകറേജ് ചെയ്താൽ പെർഫോം ചെയ്യാത്തവരെ അത് ഡീമോട്ടിവേറ്റ് ചെയ്യും എന്ന് പറയുന്ന പോലെയാണിത്. എന്ന് വെച്ചാൽ നന്നായി ചെയ്യുന്നവരെയും അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടടുത്ത് മോട്ടിവേറ്റ് ചെയ്യുക തന്നെ വേണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.